How are you? നിങ്ങളെ എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്നത് ഈ വേദിയിലേക്കല്ല, ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിലെ മിലാനിലൊന്നുമല്ല, ക്യാപിറ്റൽ സിറ്റികളിലൊന്നുമല്ല, കുപ്പർട്ടീനോ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലേക്കാണ്. ഈ ഗ്രാമത്തിലേക്ക് നിങ്ങളെ എന്തിനാ സ്വാഗതം ചെയ്യുന്നത്? കാരണം നമ്മുടെ കഥാനായകൻ ജനിച്ചത് അവിടെയാണ്. നമ്മുടെ കഥാനായകന്റെ പേര് ജോസഫ് എന്നാണ്. ഇംഗ്ലീഷിൽ ജോസഫ്, ഇറ്റാലിയൻ ഭാഷയിൽ ഇതിനെ ജോസപ്പേ എന്നൊക്കെ വിളിക്കും. അപ്പൊ എൻ്റെ ഈ കഥാപ്രസംഗ സാഹസത്തിൽ ഞാൻ ഇടയ്ക്ക് ജോസഫ് എന്ന് വിളിക്കും, ജോസപ്പേ എന്ന് വിളിക്കും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഒരു പ്രശ്നമുണ്ട്. ദുബായ് എയർപോർട്ടിൽ നിന്ന് നേരെ ഫ്ലൈറ്റിൽ കയറിയാൽ നമ്മുടെ ഈ കുപ്പർട്ടീനോയിൽ എത്തത്തില്ല. നിങ്ങൾക്ക് ആകെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ കഴുതയുടെ പുറത്ത് കയറി പോകണം, ഇല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് കയറി പോകണം. കാരണം എന്താ? നമ്മുടെ ഈ കഥ നടക്കുന്നത് ഇന്നലെയും 2 വർഷം മുമ്പൊന്നുമല്ല, 400 കൊല്ലം മുമ്പാണ്. 400 കൊല്ലം മുമ്പ് ഇതേ ഉള്ളായിരുന്നു യാത്രാ സൗകര്യങ്ങൾ. ഈ കുപ്പർട്ടീനോയിലെ ഒരു ദരിദ്ര കുടുംബത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. കാരണം നമ്മുടെ ഈ കഥാനായകൻ ജനിച്ചു വീണത് ഈ ദരിദ്ര കുടുംബത്തിലാണ്. അപ്പൊ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഈ ദരിദ്ര കുടുംബത്തില് ഒരു ദരിദ്ര നാരായണനായി ജനിച്ചു വീണ ഈ കഥാനായകൻ ജോസഫിനെ ദൈവം എങ്ങനെയാണ് സഭയിലെ വലിയൊരു വിശുദ്ധനും അതികായനുമാക്കി മാറ്റിയത്? ഇതാണ് നമ്മുടെ ഈ കഥാപ്രസംഗത്തിന്റെ പ്രമേയം. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ കഥാപ്രസംഗത്തിന്റെ പേരാണ് കുപ്പർട്ടീനോയിലെ താരം. കുപ്പർട്ടീനോ ഗ്രാമത്തിൽ ഉദിച്ചുയർന്നൊരു താരം. ഇവനാരോ ഇവനാരോ സഭയിലെ അധികാരം. കുപ്പർട്ടീനോ ഗ്രാമത്തിൽ ഉദിച്ചുയർന്നൊരു താരം. ഇവനാരോ ഇവനാരോ സഭയിലെ അധികാരം. ഇവൻ ഫ്രാൻസിസ്കായുടെ മകനാ, ഇവൻ വെലിച്ചയുടെ മകനാ. ഇവനൊരു പാവം ഗ്രാമീണൻ, വിശുദ്ധിയിലോ അധികാരം. കുപ്പർട്ടീനോ ഗ്രാമത്തിൽ ഉദിച്ചുയർന്നൊരു താരം. ഇവനാരോ ഇവനാരോ സഭയിലെ അധികാരം. അപ്പൊ നമ്മുടെ ഈ ആമുഖം കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ കഥാനായകൻ ഒരു പരമദരിദ്രനായിരുന്നു. അത് ഓർത്തോണം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഇറ്റലിയിലെ ഈ കുപ്പർട്ടീനോയിലെ തന്നെ ഒരു UP സ്കൂളിലേക്കാണ്. UP സ്കൂൾ എന്ന് പറയുന്നത് 7ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്കൂളിലേക്കാണ്. ഇന്ന് ഈ UP സ്കൂളിലെ 7ാം ക്ലാസ്സിന്റെ പരീക്ഷ തീരുന്ന ദിവസമാണ്. കൊച്ചു പിള്ളേരല്ലേ, ബെല്ലടിക്കുന്നു, പിള്ളേരെല്ലാം എന്ന് പറഞ്ഞ് നേരെ വിട്ടു പോവുക. ഈ കൊച്ചു പിള്ളേർ ഇടയ്ക്കൂടെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു 20കാരൻ ഒരു 3/4 പാൻറ്റും ഒക്കെ ഇട്ട് അവന് ഓടുന്നുണ്ട്. സൂക്ഷിച്ചു നോക്ക്, ഇതാണ് നമ്മുടെ ജോസഫ്. ജോസഫ് ഈ 20ാം വയസ്സിൽ ഈ 7ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒരു പക്ഷേ ആലോചിക്കാം. നിങ്ങൾ വിചാരിക്കുമോ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇയാളൊരു ദരിദ്രനായിരിക്കും, അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ സ്കൂളിലൊക്കെ 2-3 വർഷമൊക്കെ മിസ് ചെയ്ത് കാണും, വിടാൻ വീട്ടിൽ കാശുണ്ടായിരുന്നില്ല. അതുകൊണ്ടൊന്നുമല്ല, എല്ലാ വർഷവും അവിടെ കാര്യമായിട്ട് പഠിച്ച് പല ക്ലാസ്സിലും പല പ്രാവശ്യം തോറ്റ ഒരാളാണ് നമ്മുടെ ഈ കഥാനായകൻ. അപ്പൊ ഈ 2ാമത്തെ പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചോണം. നമ്മുടെ കഥാനായകൻ ഒരു മണ്ടനാണ്. 7ാം ക്ലാസ് പാസ്സാകാൻ ഇവന് എത്ര നാൾ എടുക്കേണ്ടി വന്നു? അതായത് 20ാം വയസ്സ് വരെ കാത്തിരുന്നിട്ടാണ് ഇവൻ 7ാം ക്ലാസ് പാസ്സാക്കുന്നത്. അപ്പം കഥാനായകൻ ഒരു ദരിദ്രനാണ്, കഥാനായകൻ ഒരു മണ്ടനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവലാതിയുമായിട്ട് നടക്കുന്ന ഒരാളാണ് ഈ കഥാനായകൻ ജോസഫിന്റെ അമ്മ. കാരണം ഈ അമ്മയുടെ പ്രശ്നം, ഇന്നലെ വരെ ഇവനെ വിടാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇനി നാളെ മുതൽ ഞാൻ ഇവനെ എവിടെ വിടും? ഒരു സ്ഥലവും ഇല്ല. ഇവന് കോളേജിലോ അല്ലെങ്കിൽ ഉപരിവിദ്യാഭ്യാസത്തിനോ ഹൈസ്കൂളിലോ ഒന്ന് ചേർക്കാനുള്ള കാര്യം ആലോചിക്കാനേ വേണ്ട. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു കോഴനാണ്. അപ്പൊ ഈ അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചിന്തിച്ച് തല പുകഞ്ഞാലോചിച്ച് ഒരു ഉപായം കണ്ടുപിടിച്ചു. എന്താണെന്ന് നമുക്ക് നോക്കാം.
അച്ഛനാക്കാം, അവനെ പള്ളിയുടെ അച്ഛനാക്കാം. ദൈവവേല ചെയ്യാൻ അവന് വിളിയുണ്ടോന്ന് നോക്കാം. ആങ്ങളയൊരുവൻ ആശ്രമത്തിലെ അച്ഛനാണല്ലോ, അവനെ കണ്ട് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു നോക്കാം. അതാണ് ഈ അമ്മയുടെ ഒരാങ്ങള ഒരു കപ്പൂച്ചിൻ ആശ്രമത്തിലെ ഗാർഡിയൻ അച്ഛനാണ്. ഗാർഡിയൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇൻചാർജാണ്. അമ്മ ഒട്ടും അവാദിച്ചില്ല. ഈ ആങ്ങളയുടെ അടുത്ത് പോയി, ആങ്ങളൊക്കെ അറിയാം ഇവന്റെ ബുദ്ധിശക്തിയൊക്കെ, ഇവനെ കൊണ്ട് പറ്റത്തില്ലെന്നൊക്കെ അറിയാം. പക്ഷെ ഈ അമ്മയുടെ നിർബന്ധം സഹിക്കറിയാതെ ഈ ആങ്ങള ഇവനെ ഈ കപ്പൂച്ചിൻ ആശ്രമത്തിലോട്ട് അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവനെ ഫോർവേഡ് അടിച്ചു കഴിഞ്ഞാൽ ഒരു 8 മാസം കഴിയണം. 8 മാസം കഴിഞ്ഞപ്പോഴ് ഈ അച്ഛനാകാൻ ഈ മാർട്ടീന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ആശ്രമം. ഈ ആശ്രമത്തിൽ വന്ന നമ്മുടെ ഈ ജോസഫ് ഇപ്പോൾ അവിടുത്തെ സ്റ്റേബിൾസിലാണ്. സ്റ്റേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശ്രമത്തിലെ കന്നുകാലികളെയൊക്കെ നോക്കുന്ന സ്ഥലം. പന്നികള്, പശു, ആട്, ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ നോക്കുന്ന സ്ഥലം. കാരണം ഇവൻ ഈ 8 മാസം അവിടെ നിന്ന് അച്ഛനാകാൻ ശ്രമിച്ചപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി ഇവനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ആകപ്പാടെ നമുക്ക് ഏറ്റവും കഴിവ് കുറഞ്ഞതും ഇങ്ങനെയുള്ളതുമൊക്കെ ആയ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന പണിയാണ് ഈ കന്നുകാലി തൊഴുത്തിലെ ചാർജ്. അങ്ങനെ ഇവന് ഈ കന്നുകാലി തൊഴുത്തിലെ ചാർജാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അവിടെ ഒരു ഇൻസ്പെക്ഷൻ വരികയാണ്. ഫ്രാൻസിസ്കൻ ഓർഡറിന്റെ വികാർ ജനറൽ ബിഷപ്പ് ദൂർസെ ഇന്ന് അവിടെ ഒരു ഇൻസ്പെക്ഷൻ വരുവാണ്. അപ്പൊ നമുക്ക് ആ സീൻ ഒന്ന് നോക്കാം. ഈ ബിഷപ്പിനെ കുറിച്ചാണെങ്കിലോ പറയാൻ ഒരുപാടുണ്ട്. പ്രൗഢഗംഭീരൻ പിതാവാ, ഇവനൊരു പ്രൗഢഗംഭീരൻ പിതാവാ, ക്ഷിപ്രഗോപിയാണെങ്കിലും ഇവനൊരു അരിവേറെയുള്ളൊരു മനസ്സുണ്ട്, അരിവേറെയുള്ളൊരു മനസ്സുണ്ട്. അതാണ് ഈ പിതാവ്. ഈ പിതാവ് തന്റെ ഇൻസ്പെക്ഷന്റെ ഭാഗമാക്കി ഈ സ്റ്റേബിൾസിലും വന്നു. സ്റ്റേബിൾസിൽ വന്ന് അച്ഛന്മാരെല്ലാം ഉണ്ട്, ഗാർഡിയൻ അച്ഛനുണ്ട്, ബാക്കിയുള്ള എല്ലാ അച്ഛന്മാരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഇൻസ്പെക്ഷൻ നടന്നു പോവുക. ഈ സ്റ്റേബിൾസിലോട്ട് കയറിയപ്പോഴത്തേക്കും ഒരു സ്വരം കേൾക്കാം, എന്ന് പറയുന്ന സ്വരം കേൾക്കാം. എല്ലാവരും ആകാംക്ഷ നോക്കി ഇത് എവിടുന്ന് ഈ സ്വരം. നേരെ പോയി നോക്കിയപ്പോഴേ ജോസഫ് വൈക്കോല് പുതച്ച് വളരെ മാന്യമായിട്ട് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാണ്. ആ സ്വരമായി കേൾക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഈ ബിഷപ്പ് പ്രൗഢഗംഭീരനാണ്. ഞാൻ പറഞ്ഞു ഭയങ്കര ദേഷ്യക്കാരനാണ്. അതുപോലെ തന്നെ ഗാർഡിയൻ അച്ഛനും ഭയങ്കര ടെൻഷനായി. കാരണം ബിഷപ്പ് ഇനി എന്താ ചെയ്യാൻ പോണെന്ന് അറിയത്തില്ല. ഗാർഡിയൻ അച്ഛൻ അലറി വിളിച്ചു, ജോസഫേ. ജോസഫ് പെട്ടെന്ന് ഞെട്ടി എഴുതി. ആള് നോക്കിയപ്പം ദേ ബിഷപ്പ് നിൽക്കുന്നു, അച്ഛന്മാര് നിൽക്കുന്നു. ആകപ്പാട് ടെൻഷനായി പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അയ്യോ ഇപ്പൊ എന്ത് സംഭവിക്കും? അന്തരീക്ഷം സ്ഫോടനാത്മക. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു സ്വരം, ഒരു കുഞ്ഞാടിന്റെ സ്വരം. ഈ ബിഷപ്പ് ബേസിക്കലി പുള്ളി ഒരു കർഷകനും ഈ ആട്ടിടയനും ഒക്കെ ആയിരുന്നു ചെറുപ്പത്തില്. അപ്പൊ അതുകൊണ്ട് ഈ ബിഷപ്പിന് പെട്ടെന്ന് ഈ മൃഗങ്ങളോടൊക്കെ ഒരു സ്നേഹമുണ്ട്. അപ്പൊ പെട്ടെന്ന് ബിഷപ്പ് ചോദിച്ചു, ബിഷപ്പിന്റെ മുഖഭാവം ആ ഒരു ദേഷ്യത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ബിഷപ്പ് ചോദിച്ചു, ഹേയ് ഇതെന്തിന്റെ സ്വരവാ? ഇതാരാ ഇവിടെ ഈ ആടിനെ കൊണ്ടിട്ടിരിക്കുന്നത്? എവിടെ ഈ ആട്? നേരെ നമ്മുടെ ജോസഫിന് പെട്ടെന്ന് ആൻസർ ഉണ്ട്. ജോസഫ് ഈ വൈക്കോലെല്ലാം കൊണ്ട് വകഞ്ഞ് മാറ്റി. അവൻ കിടന്നിരുന്ന തറയിലെ വൈക്കോലാണ്. അതെല്ലാം വകഞ്ഞ് മാറ്റി ഒരു കുഞ്ഞാടിനെ അവൻ കോരിയെടുത്തു. എന്നിട്ട് ബിഷപ്പിനെ കാണിച്ചു. ബിഷപ്പിനോട് പറഞ്ഞു, ബിഷപ്പേ, പിതാവേ, ഇന്ന് രാവിലെ 4 മണിക്കാണ് ഈ കുഞ്ഞിന്റെ അമ്മ ഇതിന് ജന്മം നൽകിയത്. ഇന്നലെ രാത്രി മുഴുവൻ അവൻ അതിന്റെ പുറകെ ഉറക്കമുളച്ചിരിക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് പ്രസവിച്ച അമ്മ പ്രസവിച്ച പാടെ ഈ ആട് കിടന്ന് തണുത്ത് വിറയ്ക്കുക. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഈ ആടിന് ഒരു ചൂട് പകരാനായിട്ടാണ് അപ്പൊ ഇവൻ ഈ ആടിനെ കെട്ടിപ്പിടിച്ച് കിടന്നതാണ്. എന്നിട്ടും ഈ ആടിന്റെ തണുപ്പ് മാറാഞ്ഞപ്പം ഇവൻ നേരെ ഈ വൈക്കോൽ കൂമ്പാരം ഇവന്റെ മേളിലോട്ട് തന്നെ ഇടിയിച്ചു. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ ആടിനെ ചൂടുക്കാനായിട്ട് കിടന്നതാണ്. ഈ ചരിത്രം കേട്ടപ്പോഴ്, ഇവന്റെ ഈ നിഷ്കളങ്കമായ വിവരണം കേട്ടപ്പോഴ് നമ്മുടെ പിതാവിന് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്നാ, പിതാവ് എന്ന് പറയുന്നത് ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള പിതാവ്. കാരണം ഫ്രാൻസിസിന്റെ ബേസിക് ക്വാളിറ്റീസ് ആണ് ഇതെല്ലാം. അതായത് ലാളിത്യം, നിർമ്മലമായ മനസ്സ്, അതിനുള്ള സ്നേഹം, പിന്നെ സഹജീവികളോടുള്ള സ്നേഹം.
ഈ ആടിനോട് പോലും അവൻ കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ ഈ പിതാവിന്റെ ആ ഒരു കോപമെല്ലാം അങ്ങ് അലിഞ്ഞ് ഇല്ലാതായി. ആടിനെ മാറോട് ചേർക്കും അവന്റെ ഉള്ളിലെ സന്തോഷം ആ പിതാവ് തൊട്ടറിഞ്ഞു അത് നല്ലിടയന്റെ സന്തോഷമാ, നല്ലിടയന്റെ സന്തോഷമാ. അങ്ങനെ ഈ ജോസഫിനെ പറ്റി നമ്മുടെ ബാക്കിയുള്ള എല്ലാ അച്ഛന്മാരോടും അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു, look at him, he is the true son of Saint Francis. First thing comes first. ഇതൊക്കെയാണ് നമുക്ക് ആദ്യം വേണ്ട പ്രൈമറി ക്വാളിറ്റീസ്. അങ്ങനെ ജോസഫിന്റെ തോളയിലൊക്കെ ഒന്ന് തട്ടി അവനെ അനുമോദിച്ച് നമ്മുടെ ഈ പിതാവ് അടുത്ത ഇൻസ്പെക്ഷനുമായിട്ട് അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ അന്ന് വൈകുന്നേരം അവിടെ ഈ അച്ഛന്മാരും ബിഷപ്പും എല്ലാം, ബിഷപ്പൊക്കെ വന്നതാണല്ലോ, അപ്പൊ ഇവരെല്ലാം സമ്മേളിച്ചു. ആ സമ്മേളനത്തില് ആ സെമിനാരിയില് ആ മൊണാസ്ട്രിയിലെ ഏറ്റവും മിടുക്കനായ ഒരു വൈദിക വിദ്യാർത്ഥിയുണ്ട്. അവന്റെ പേര് ബ്രദർ ഒർലാൻഡോ എന്നാണ്. ഈ വൈദിക വിദ്യാർത്ഥി ബ്രദർ ഒർലാൻഡോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ ബിഷപ്പിനെ കേൾക്കാനായിട്ട് പ്രത്യേകിച്ച് ട്രിനിറ്റിയെ കുറിച്ച്, ത്രിത്വത്തെ കുറിച്ച് ഒരു സ്പീച്ച് നടത്തി. വളരെ സങ്കീർണമായ ഒരു സ്പീച്ച്. ഒന്നാമതേ ട്രിനിറ്റി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ ഇവന്റെ സ്പീച്ചും കൂടെ ആയപ്പോഴത്തേക്കും ബിഷപ്പിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷമായി. കാരണം രാവിലെ മുതൽ ടയറിങ്ങാണ്. അങ്ങനെ ബിഷപ്പ് ഏതായാലും അതൊക്കെ സഹിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു. ബിഷപ്പ് ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് ഈ മൊണാസ്ട്രിയുടെ ഒന്ന് പുറത്തോട്ട്, ഈ കെട്ടിടത്തിന് പുറത്തോട്ട് ഒന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും ബിഷപ്പിന് ഒരു പാട്ട് കേൾക്കാം, ഒരു നാടൻ പാട്ട്. ഇത് ഇറ്റാലിയൻ പാട്ടാണ്. ഓക്കെ, അതിങ്ങനെയായിരുന്നു. ബിഷപ്പ് നേരെ ഈ പാട്ടിന്റെ സോഴ്സിലേക്ക് പോയി. ദേ നിൽക്കുന്നു നമ്മുടെ ജോസഫ്. പിന്നെയും ജോസഫിന്റെ അടുത്ത് ചെന്ന് ബിഷപ്പ് വളരെ കാര്യമായിട്ട് പിന്നെയും ജോസഫിന്റെ അടുത്ത് ചെന്ന് സംസാരം തുടങ്ങി. ബിഷപ്പിനെ കണ്ടപ്പോഴത്തേക്കും ജോസഫ് ഞെട്ടി എഴുന്നേറ്റ്, ചാടി എഴുന്നേറ്റ്, പേടിച്ചു കഴിഞ്ഞ് പിന്നെയും നിപ്പായി. ബിഷപ്പ് പറഞ്ഞു, ജോസഫെ നീ പേടിക്കാതെ, നീ അവിടെ ഇരിക്കേ, ഞാൻ നിന്റെ അടുത്ത് വന്ന് ഇരിക്കാൻ പോവുക, എനിക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടത്, നീ അവിടെ ഇരിക്കാൻ പോകും. തൊട്ടടുത്ത് ഒരു പുല്ലുകെട്ടുണ്ടായിരുന്നു, അതിന്റെ മുകളിൽ കയറി ബിഷപ്പ് വന്നു. എന്നിട്ട് ബിഷപ്പ് പറഞ്ഞു, ഓ എന്റെ ജോസഫെ, ഇന്ന് ഭയങ്കര സങ്കീർണമായ ഒരു ദിവസമായിരുന്നു. രാവിലെ മുതൽ ഇൻസ്പെക്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രദർ ഒർലാൻഡോയുടെ വക ട്രിനിറ്റിയെ കുറിച്ചുള്ള ഒരു വലിയ സ്പീച്ച്. ഒന്നാമതേ ഞാൻ ട്രിനിറ്റിയെ കുറിച്ച് ആകപ്പാടെ ഇതുവരെ ആ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാകാതെ വിഷമിച്ചിരിക്കുക. അതിന്റെ കൂടെ ഇവന്റെ സ്പീച്ചും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നു. എന്നിട്ട് ബിഷപ്പ് ജോസഫിനോട് ചോദിച്ചു, വളരെ നാച്ചുറലായിട്ട് ചോദിച്ചതാണ്, കാരണം ജോസഫിന്റെ അടുക്കൽ നിന്ന് ഇതിനൊരു ഉത്തരവൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബിഷപ്പ് ജോസഫിനോട് ചോദിച്ചു, ജോസഫെ നിനക്ക് ഈ ട്രിനിറ്റിയെ കുറിച്ച് എന്താ അഭിപ്രായം? ഇതെപ്പോഴെങ്കിലും നിന്നെ കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടോ ഈ ട്രിനിറ്റി? ജോസഫ് പറഞ്ഞു, എന്ത്, ഒരു പ്രശ്നമില്ല, 3 persons 1 God ട്രിനിറ്റി. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, എടാ ഇത് നീ 1ാം ക്ലാസ്സിൽ വേദപാഠം പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ അവരിത് പറയും. പക്ഷേ ഞാനൊരു ബിഷപ്പാണ്, ഒരു തിയോളജിയനാണ്. എന്നോട് ആളുകൾ ഇത് ചോദിക്കുമ്പോൾ എനിക്ക് കുറെ കൂടെ വളരെ ആധികാരികമായിട്ട് വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് ചെയ്യും? ജോസഫ് ഉടനെ ചാടി എഴുന്നേറ്റ്, നമ്മുടെ മണ്ടൻ ജോസഫ്. കയ്യിൽ ഈ തണുപ്പായതുകൊണ്ട് ഒരു ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട്. ജോസഫ് ഈ ബ്ലാങ്കറ്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞു, പിതാവേ നോക്ക്, ദിസ് ഈസ് 1 ബ്ലാങ്കറ്റ്. ഞാനിത് ഫോൾഡ് ചെയ്യാൻ പോവാണ്. ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തു, 2ാമത്തെ പ്രാവശ്യം ഫോൾഡ് ചെയ്തു, 3ാമത്തെ പ്രാവശ്യം ഫോൾഡ് ചെയ്തു. സോ 3 folds 1 blanket, 3 persons 1 God Trinity. ബിഷപ്പ് ആപ്പാടെ സന്തോഷിച്ചു. ബിഷപ്പ് അതിശയിച്ചു പോയി. കാരണം എന്ത് സിമ്പിൾ ആയിട്ടാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഇവൻ മനസ്സിലാക്കിയത്. അപ്പൊ ഈ ബിഷപ്പിന്റെ മനസ്സില്, ഈ ബിഷപ്പിന് അറിയാം ഈ സ്റ്റേബിൾസിൽ ഇവൻ ജോലി ചെയ്യാൻ കാരണം ഇവിടെ ഒന്നിനും കൊള്ളാത്തവനായതുകൊണ്ടാണ്. പക്ഷേ ആ ബിഷപ്പ് ആദ്യത്തെ മീറ്റിങ്ങില് അവന്റെ മനസ്സിന്റെ നിർമ്മലതയും ലാളിത്യവും അവന്റെ മനസ്സിന് സഹജീവികളോടുണ്ടായിരുന്ന സ്നേഹവും മനസ്സിലാക്കി
രണ്ടാമത്തെ മീറ്റിംഗിൽ ബിഷപ്പിന് മനസ്സിലായി ഇവൻ അങ്ങനെ മണ്ടനൊന്നുമല്ല, ഇവന് കാര്യമായിട്ട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട്. അപ്പൊ ബിഷപ്പ് ചോദിച്ചു, ജോസഫേ, ഹാവ് യു എവർ തോട്ട് ഓഫ് പ്രീസ്റ്റ്ഹുഡ്? ജോസഫ് പറഞ്ഞു, ഞാൻ ഇതിനു മുമ്പ് ശ്രമിച്ചതാണ്, എനിക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ല, പിന്നെ എന്നെ ആരച്ഛനാക്കാനാണ്, അങ്ങനെ ഞാൻ ആ ശ്രമവും ഉപേക്ഷിച്ചു. ബിഷപ്പ് പറഞ്ഞു, റീഡിങ്, റൈറ്റിംഗ് ഇതൊക്കെ എനി ഫൂൾസ് ക്യാൻ ഡു, പക്ഷേ സീക്രട്ട് കോളിംഗ് ഈസ് ഫോർ എ ഫേവറേറ്റ് ഫ്യൂ. വളരെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെയാണ് വിശുദ്ധിയിലേക്ക് ദൈവം വിളിക്കുന്നത്. അങ്ങനെ ഇത് പറഞ്ഞ് തിങ്ക് അബൌട്ട് ഇറ്റ് ജോസഫ് എന്നും പറഞ്ഞ് ബിഷപ്പ് അങ്ങോട്ട് പോയി. ബിഷപ്പ് രാവിലെ ആയപ്പോഴത്തേക്കും ബിഷപ്പിന്റെ ഇൻസ്പെക്ഷൻ അത് കഴിഞ്ഞു. ബിഷപ്പ് തിരിച്ച് പോവുകയാണ്. അപ്പം നേരെ കുതിരവണ്ടിയിലോട്ട് കയറുന്നതിന് മുമ്പ് ബിഷപ്പ് ഒർലാൻഡോയെ വിളിച്ചു. എല്ലാവരും കൂടി നിൽക്കുക ബിഷപ്പിന് യാത്രയാക്കാൻ. ഒർലാൻഡോയോട് പറഞ്ഞു, ഒർലാൻഡോ, see, do you know our brother Joseph? ഒർലാൻഡോ പറഞ്ഞു, yeah, stable boy. He is a brilliant young man. ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ലോകം മുഴുവൻ മണ്ടനാണ് എന്ന് പറയുന്ന ഒരുത്തൻ, സഹജീവികൾ മുഴുവൻ മണ്ടനാണെന്ന് പറയുന്ന ഒരുത്തൻ, ഈ ബിഷപ്പിന് കൃത്യമായിട്ട് മനസ്സിലായി. അവന്റെ ഉള്ളിലുള്ള ആ നൈർമല്യം, അവന്റെ ഉള്ളിലുള്ള അവന്റെ ഗ്രാഹ്യവും മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞു, he is a brilliant young man. You tutor him for priesthood. ബിഷപ്പിന്റെ ഓർഡറാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബ്രദർ ഒർലാൻഡോ പിറ്റേ ദിവസം മുതൽ ഇവനെ ട്യൂട്ടർ ചെയ്യാൻ തുടങ്ങി പ്രീസ്റ്റ്ഹുഡിലേക്ക്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഒർലാൻഡോയ്ക്ക് മനസ്സിലായി, ഇത് വെറുതെയാ, ഒരു കാര്യവുമില്ല, ഇവൻ ഒരു കാലത്തും ഇതൊന്നും പഠിച്ച് പാസ്സാകാൻ പോണില്ല. ഇങ്ങനെയായിരുന്നു അതിന്റെ സംഭവം. പുള്ളി മനസ്സിലായതിന്റെ സാരാംശം ഇതാണ്. വളം വയ്ക്കും പോല ഇത് കതിരെ വളം വയ്ക്കും പോല ഉളഞ്ഞു പോയൊരു കുഞ്ഞാടിൻ ഉപമയൊന്നു മാത്രമറിയാം ഇവന്, ഉപമയൊന്നു മാത്രം അറിയാം. ഇതാണ് സംഭവം. ശരിക്കും ഇവനെ ആ ബൈബിള് മുഴുവൻ പഠിപ്പിക്കാൻ ഈ ഒർലാൻഡോ ശ്രമിച്ചിട്ട് ഇവന്റെ തലയിലോട്ട് ആകെ കയറിയത് വിശുദ്ധ ലൂക്കായുടെ 15-ാം അധ്യായത്തിലുള്ള കളഞ്ഞുപോയ ആടിന്റെ ഒരു ഉപമ മാത്രം. വേറെ ഒരു കാര്യവും ഇവന്റെ തലയിലോട്ട് കയറിയില്ല. അതായിരുന്നു ഇവനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലെ ഈ 15-ാമത്തെ ആ ചാപ്റ്റർ മാത്രമായിരുന്നു. അങ്ങനെ കാലം കുറെ കൂടെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ എക്സാമിനേഷനായി. ഈ എക്സാമിനേഷൻ നടക്കുന്നത് ശരിക്കും 2 ഭാഗങ്ങളായിട്ടാണ്. ഒന്ന് സബ് ഡയാഗ്നേറ്റ് എന്ന് പറയും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ പ്രീസ്റ്റ്ഹുഡിന്റെ എക്സാമിനേഷൻ. അങ്ങനെ ഇന്ന് ഈ ജോസഫിന്റെ സബ് ഡയാഗ്നേറ്റ് എക്സാമിനേഷനാണ്. അപ്പം ജോസഫ് കൊണ്ട് കൂടെ ബ്രദർ ഒർലാൻഡോയും ഇവർ രണ്ടുപേരും പോയി എക്സാമിനേഷൻ നടക്കും. അങ്ങനെ ആൽഫബറ്റിക് ഓർഡറിലാണ് ആളുകളെ വിളിക്കുന്നത്. അവിടെ ഒരു ബിഷപ്പുണ്ട്, എക്സാമിനർ എന്ന് പറയുന്നത് ബിഷപ്പ് നിക്കോള. ഈ ബിഷപ്പ് വിളിച്ചു, ജോസഫിന്റെ ടേണായി. ജോസഫ് അങ്ങോട്ട് പോയി. ജോസഫ് നേരെ പോയി ബിഷപ്പിന്റെ കൈ മുത്തി. ബിഷപ്പ് പറഞ്ഞ് ഇരിക്കുന്നയാവും. അങ്ങനെ ബിഷപ്പ് ഇരുത്തി കഴിഞ്ഞ് ബിഷപ്പ് ചോദിക്കാനായിട്ട് തുടങ്ങി. പറഞ്ഞു, ബ്രദർ ജോസഫ്, you are a candidate for this sub-diaconate. So you are supposed to know the whole Bible. So please recite for me Saint Luke chapter 15. ഇവൻ അങ്ങ് ആവണ ഷോക്കായി പോയി. നമ്മുടെ ഇന്നസെന്റ് കിലുക്കം സിനിമയില് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞപ്പോ ഷോക്കായതുപോലെ പെട്ടെന്ന് ഷോക്കായി. സെയിന്റ് ലൂക്ക്? Yes, Saint Luke chapter 15. Yes, chapter 15. Don't you know, Joseph? പറഞ്ഞു, എനിക്കറിയാം. ഞാൻ പറയാൻ പോവാ. ഇവൻ അങ്ങോട്ട് തുടങ്ങി. ഇവൻ ആ പാടെ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ കളഞ്ഞുപോയ ആടിന്റെ ഉപമ. ഇവനത് തുടക്കം മുതൽ ഇത് തീരുന്നവരെ ബിഷപ്പിന് അടങ്ങി മനസ്സിലായി ഇവൻ അറിയാമെന്ന്. അപ്പൊ ബിഷപ്പ് കൈപോക്കി കാണിച്ചു. ഓക്കെ മതി. സമ്മതിച്ചില്ല. അവൻ മൊത്തം പറഞ്ഞു കഴിഞ്ഞിട്ട് നിർത്തിയുള്ളൂ. അങ്ങനെ ഇവൻ ഈ സബ് ഡയാഗ്നേറ്റ് എക്സാം പാസ്സായി. ഇനി 1 വർഷം കൂടെ ഉണ്ട്. ഈ 1 വർഷം കഠിനമായ പരിശ്രമം നടത്തി നോക്കിയ ആശാൻ പ്രീസ്റ്റ്ഹുഡിലോടുള്ള എക്സാമിനേഷന് വേണ്ടി. കാനൻ ലോ, ആ ലോ, ഈ ലോ, ഭയങ്കര പ്രശ്നം. 1 വർഷം കഴിഞ്ഞു. ഇന്നിവന്റെ ഫൈനൽ പ്രീസ്റ്റ്ഹുഡ് എക്സാമിനേഷൻ ആണ്. പക്ഷെ ഇവൻ ആകെ അറിയാവുന്നത് നമ്മുടെ ഈ ലൂക്ക് ചാപ്റ്റർ 15 മാത്രമേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ എല്ലാ പിള്ളേരും കാൻഡിഡേറ്റ്സ് എല്ലാം ഇങ്ങനെ എക്സാമിനേഷൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പം തൊട്ടടുത്ത കാൻഡിഡേറ്റ് മറ്റേ അവന്റെ കൂട്ടുകാരനോട് പറയുന്നത് നമ്മുടെ ഈ ജോസഫ് കേൾക്കുന്നുണ്ട്. യുനോ, ഇന്ന് നമ്മളെ എക്സാമിൻ ചെയ്യാൻ പോണ എക്സാമിന് ഈ നേപ്പിൾസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാൽ ഈ എക്സാമിനേഷൻ നടക്കുന്നത്. ഈ നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പ് ഭയങ്കര സ്റ്റേയാണ്, വളരെ സ്ട്രിക്റ്റ്, വലിയ പാടാണ് നമ്മൾ പാസ്സാകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഉടനെ ഓക്കെ, സമയമായി. നമ്മുടെ എക്സാമിനർ വന്നു. നേപ്പിൾസിന്റെ ആർച്ച് ബിഷപ്പാണ്. പുള്ളി വളരെ ഗൗരവ പ്രകൃതക്കാരനാണ്. വന്നു ഓരോ കാൻഡിഡേറ്റ്സിന്റെയും അടുത്തുകൂടെ പുള്ളി പോകാൻ തുടങ്ങി. നമ്മുടെ ജോസഫിന്റെ അടുത്തും വന്നു. ജോസഫിന്റെ മുഖം കണ്ടപ്പോഴത്തേക്കും പുള്ളിയുടെ ഗൗരവം എല്ലാം അങ്ങ് അലിഞ്ഞുപോയി. ബ്രദർ ജോസഫ്, ഹൗ ആർ യു, ഹൗ ഈസ് യുവർ ലവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടുകൂടി ഈ ആർച്ച് ബിഷപ്പ് വന്ന് നമ്മുടെ ജോസഫിനെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്. കാര്യം എന്താ, നമ്മുടെ നേരത്തെ ഇവിടെ ഈ വികാർ ജനറലായിരുന്ന ബിഷപ്പ് ദൂർസയാണ് ഇപ്പോൾ നേപ്പിൾസിലെ ആർച്ച് ബിഷപ്പ്. അപ്പൊ ജോസഫ് പറഞ്ഞു, ഓ യുവർ എക്സലൻസി, എല്ലാം നന്നായിട്ട് പോകുന്നു. ബിഷപ്പ് ചോദിച്ചു, ആർച്ച് ബിഷപ്പ് ചോദിച്ചു, എങ്ങനെയുണ്ട് സ്റ്റഡീസ് ഒക്കെ? ഓ, സ്റ്റഡീസ് മാത്രം വലിയ പ്രശ്നമാണ്, എനിക്കൊന്നും അറിയത്തില്ല. ശരിക്കും ഞാൻ ഈ പ്രീസ്റ്റ്ഹുഡിന് യോജിച്ച ഒരാളല്ല. ഞാൻ ശരിക്കും ഐ ബിലോങ് ടു ദാറ്റ് സ്റ്റേബിൾസ്, ഐ വാണ്ട് ടു ഗോ ബാക്ക് ദേർ. ആർച്ച് ബിഷപ്പ് പറഞ്ഞ്, ലീവ് ദാറ്റ് ജഡ്ജ്മെന്റ് ടു മീ, അത് ഞാൻ ഡിസൈഡ് ചെയ്തോളാം. എന്നിട്ട് ചുറ്റുമുള്ള അച്ഛന്മാരോടൊക്കെ പറഞ്ഞ്, ഈ പുള്ളിയുടെ കൂടെ നോട്ട് എഴുതാൻ നടക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ട്, അച്ഛന്മാരോട് പറഞ്ഞു, I have already examined brother Joseph. He passes. I don't know about others. അങ്ങനെ വളരെ മിറാക്കുലസ് ആയിട്ട് ഈ ബ്രദർ ജോസഫ് ഫാദർ ജോസഫ്, ഇതാണ് ഫാദർ ജോസഫ് ആയതുവരെയുള്ള കഥ. ഇത് കഴിഞ്ഞിട്ട് ഈ ഫാദർ ജോസഫയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയാണ്. ഈ ഫാദർ ജോസഫയ്ക്ക് ഇല്ലാതിരുന്ന ഗിഫ്റ്റ്സ് ഇല്ല. പുള്ളി നിന്ന നിപ്പില് ലെവിറ്റേഷൻസ് ഉണ്ടാകും പുള്ളിക്ക്. അതായത് ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പുള്ളി ഒരേ സമയത്ത് 2 സ്ഥലത്തായിരിക്കും. ഗിഫ്റ്റ് ഓഫ് ബൈ ലൊക്കേഷൻ ഇതുണ്ടായിരുന്നു പുള്ളിക്ക്. പിന്നെ പല ആളുകളുടെയും മനസ്സ് പുള്ളി റീഡ് ചെയ്ത് പുള്ളിയോട് കുമ്പസാരിക്കാൻ വരുന്ന ആളുകൾ മറന്നുപോയ ഭാവങ്ങളൊക്കെ പുള്ളി അങ്ങോട്ട് പറയും. അതുപോലെ തന്നെ പല പല ഉന്നതന്മാരായ സഭാ നേതാക്കന്മാർക്കും പുള്ളി കൗൺസിൽ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ബിഷപ്പ് ഉണ്ട്, ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുവാണ്. ഓക്കെ, അപ്പൊ ഈ ബിഷപ്പ് അച്ഛനോട് ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു കുറച്ച് സംശയങ്ങൾ. അങ്ങനെ മനസ്സിലിങ്ങനെ പുള്ളി ഈ സംശയങ്ങളുമായിട്ട് നടക്കുക. പക്ഷെ എന്നാലും അച്ഛനോട് ചോദിക്കാൻ പുള്ളിക്ക് ഒരു നാണക്കേട്, കാരണം പുള്ളി ബിഷപ്പല്ലേ. പുള്ളി എന്നാലും ഇത് ചോദിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ച് ഉറപ്പിച്ച അതേ സമയത്ത് പുള്ളിക്ക് ഒരു പോസ്റ്റ് വന്നു. ഈ പോസ്റ്റിനകത്ത് നമ്മുടെ ഈ ജോസഫ് അച്ഛൻ ഈ പുള്ളിയുടെ സംശയങ്ങളുടെ എല്ലാ ഉത്തരവും കൊണ്ട് എഴുതിയായിരിക്കുക. അതുപോലത്തെ ഒരു വിശുദ്ധനാണ് ഈ വിശുദ്ധൻ. എയർ പാസഞ്ചേഴ്സ്, ബുദ്ധി കുറഞ്ഞ കുട്ടികൾ, ഇവരുടെ എല്ലാം മധ്യസ്ഥനായിട്ടാണ് സഭ കരുതപ്പെടുന്നത്. അവരുടെ പാട്രൺ സെയിന്റ് ആണ്. നമുക്ക് ഈ വിശുദ്ധനോട് ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ജോസഫേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ബുദ്ധി കുറഞ്ഞൊരു കുഞ്ഞുങ്ങൾ, ഇവരെ നീ കൈക്കൊള്ളണേ. ഇവർക്കായി പ്രാർത്ഥിക്കണേ. കുപ്പത്തിനോലെ ജോസഫേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ബുദ്ധി കുറഞ്ഞൊരു കുഞ്ഞുങ്ങൾ, ഇവരെ നീ കൈക്കൊള്ളണേ. ഇവർക്കായി പ്രാർത്ഥിക്കണേ. താങ്ക് യു.